അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു മഗ്ഫിറത്തുഹു. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി അമ്മാ ബഅദ്. മഹില്ലി 2-ാം വാല്യം, പേജ് 10. വലാ തുഖദു മരീദത്തുൻ, രോഗമുള്ള മൃഗത്തിനെ സക്കാത്തായി പിടിക്കപ്പെടില്ല. വലാ മഈബത്തുൻ, അയിബാക്കപ്പെട്ട മൃഗത്തിനെയും സക്കാത്തായി പിടിക്കപ്പെടില്ല. ഇമ്മ എങ്ങനത്തെ മഈബത്താണ്? ഇമ്മ ബിമ, ഒരു ഐബ് കൊണ്ട് ഐബാക്കപ്പെട്ടത്. എങ്ങനത്തെ ഐബാണ്? തുറദ്ദു ബിഹി, ആ ഐബിൻ്റെ അടിസ്ഥാനത്തിൽ തള്ളപ്പെടും, മടക്കി കൊടുക്കപ്പെടും. ഫിൽ ബൈ, കച്ചവടത്തിൽ. ഒരു വസ്തുവിനെ മൃഗത്തിന് വിറ്റു, എന്നാൽ ആ മൃഗത്തിന് എന്തെങ്കിലും ഐബുണ്ടെങ്കിൽ മുസ്തരിക്ക് ബായിലേക്ക് തന്നെ തിരിച്ചു കൊടുത്ത് പൈസ തിരിച്ച് വാങ്ങാലോ. അതിന് പറഞ്ഞതായിരിക്കും നിരക്കുള്ള ഐബുകൾ ഉള്ള മൃഗത്തിനെയും സക്കാത്തായി പിടിക്കപ്പെടില്ല. ഇല്ലാവി മിസ്ലിഹ, അതുപോലത്തെ മൃഗത്തെന്നല്ലാതെ. അതുപോലെ തന്നെ ഐബിൽ മരീലാത്തി, അത് രോഗികളായ മൃഗത്തിൽ നിന്ന് രോഗിനെ പിടിക്കും. അതുപോലെ തന്നെ അവിൽ മഴീബാത്തി, അതുപോലെ തന്നെ ഐബാക്കപ്പെട്ടതായിരിക്കുന്ന മൃഗങ്ങളിൽ നിന്ന് ഐബുള്ളതിനെ പിടിക്കുന്നുള്ള, അല്ലാതെ സലീമത്തായ മൃഗങ്ങളിൽ നിന്ന് ഐബുള്ളതിനെയോ സഹീഹത്തായ മൃഗങ്ങളിൽ നിന്ന് മരീദത്തിനെയോ പിടിക്കൂല. അപ്പോൾ യക്ഫി, അപ്പോൾ മരീദത്തിൽ നിന്ന് മരീദത്തിനെ പിടിക്കല്ലോ. അങ്ങനെ പിടിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ മൈബത്തിൽ നിന്ന് മൈബത്തിനെ പിടിക്കും. അങ്ങനെ പിടിക്കുമ്പോൾ യക്ഫി മതിയാകും. മരീദത്തിന് മുത്തവസിത്തും, ഒരു മധ്യ നിലക്കുള്ള രോഗി. എല്ലാം രോഗികളാണെങ്കിൽ ആ രോഗമുള്ള ഒരു കൂടുതൽ രോഗം പിടിച്ച് കലശായതുമല്ല, തീരെ രോഗം പറ്റ കുറഞ്ഞതും അല്ലാതെ ഒരു മീഡിയം മട്ടത്തിലുള്ള രോഗിനെ പിടിക്കും. അതുപോലെ തന്നെ മൈബത്തുമ്മിനൽ വസ്തി, എല്ലാം മൈബുള്ളതാണെങ്കിൽ ഒരു മധ്യ നിലക്കുള്ള ഐബുള്ളതിനെ പിടിക്കും സക്കാത്തായിട്ട്. ഫഖീലാനി പറയപ്പെട്ടു, തൂഖദു മിനൽ ഖിയാരി, എല്ലാം രോഗിയും എല്ലാം ഐബുള്ളതുമാണെങ്കിൽ, ആ എല്ലാം രോഗിയാണെങ്കിൽ ആ രോഗമുള്ളതിൽ നിന്ന് ഏറ്റവും ഹൈറായത് പിടിക്കും. അപ്പോൾ അതിന് എല്ലാ ഐബുള്ളാണെങ്കിൽ ഐബുള്ളതിൻ്റെ കൂടുതൽ ഏറ്റവും നല്ലതിനെ പിടിക്കും എന്നൊരു ഖീല. വലവിൻ ഖസമത്തിൽ മാഷിയത്തു, ഇനി ഒരുത്തൻ്റെ മൃഗങ്ങൾ ഓഹരി ശ്രദ്ധിച്ചാൽ, ഇല സ്വിഹാഹിൻ വ മിറാദിൻ, ആരോഗ്യമുള്ളതിലേക്കും രോഗമുള്ളതിലേക്കും ഓഹരി ശ്രദ്ധിച്ചു. രണ്ടായിട്ടുണ്ട്. ഔല സലീമത്തിൻ വ മഴീബത്തിൻ, അതല്ലെങ്കിൽ ഐബിൽ നിന്ന് രക്ഷപ്പെട്ടതിലേക്കും ഐബാക്കപ്പെട്ടതിലേക്കും ഓരി ശ്രദ്ധിച്ചു. എന്നാൽ ഉഹിദത്ത് സഹീഹത്തുൻ, രോഗമുള്ളതും ആരോഗ്യമുള്ളതും രണ്ടും ഉണ്ടെങ്കിൽ രോഗമുള്ളതിനാണ് പിടിക്കുക. അപ്പോൾ സലീമത്തുൻ, അതുപോലെ സലീമത്തും മഴീബത്തും ഉണ്ടെങ്കിൽ സലീമത്തിനാണ് പിടിക്കുക. പക്ഷേ എങ്ങനെയാണ് സഹീഹത്തിനെയും സലീമത്തിനെയും പിടിക്കുക? ബിൽ ഖിസ്തി, അനുവാദം വെച്ച് തോത് വെച്ച് കൊടുത്തുകൊണ്ട്. അപ്പോൾ ഖിസ്ത് പ്രകാരം പിടിക്കുക എന്ന് വെക്കുമ്പോൾ അതിന് മെന്തഫിരി ഫഫിയ 40 ഷാത്തൻ, 40 ആടിൽ. എങ്ങനത്തെ 40 ആടാണ്? നിസ്ഫുഹ സിഹാഹുൻ വ നിസ്ഫുഹ മിറാവുൻ, ആ 40 ആടിൽ 20 ആരോഗ്യമുള്ളതും 20 രോഗമുള്ളതുമാണ്. വഖീമത്ത് കുല്ലി സുഹീഹത്തിൽ, അതിൽ ഓരോ ആരോഗ്യമുള്ള ഓരോ ആടിൻ്റെയും വില കിട്ടിയാൽ അതിൻ്റെ വിലയാണെങ്കിൽ ദീനാറാനി, 2 ദീനാറാണ്. അപ്പോൾ കുല്ലി മരീദത്തിൻ, ആ സ്ഥാനത്ത് രോഗമുള്ള ഓരോ ആടിൻ്റെയും വില നോക്കിയാലോ ദീനാറും, നേർ പകുതി 1 ദീനാറുമാണ്. എങ്കിൽ അവിടെ തൂഖദു സുഹീഹത്തുൻ, ഒരു സുഹിയായിരിക്കുന്ന മൃഗത്തിനാണ് പിടിക്കുക. എങ്ങനത്തെ സുഹിയത്ത്? സുഹിയത്തിൻ്റെ പല വില ഉണ്ടാകുമല്ലോ. ഖീമത്തിൻ നിസ്ഫി സുഹിയത്തിൻ വ നിസ്ഫി മരീദത്തിൻ, ആരോഗ്യമുള്ള മൃഗത്തിൻ്റെ പൗതിൻ്റെയും അതുപോലെ തന്നെ രോഗമുള്ള മൃഗത്തിൻ്റെ പൗതി, ഈ രണ്ടിൻ്റെയും കൂടി വിലക്കുള്ള ഒരു സുഹിയത്തിനെ പിടിക്കും. എന്തെന്നുള്ളതായിരിക്കുന്ന സുഹിയത്തും മരീദത്തും ഇമ്മാതുക്കര, ഈ പറയപ്പെട്ടതായ മൃഗത്തിൽ നിന്നുള്ളതായ സുഹിയത്ത്, നിസ്ഫു സുഹിയത്തിൻ്റെയും നിസ്ഫു മരീദത്തിൻ്റെയും വിലക്കുള്ളതിനെ പിടിക്കുന്നു. ബദാലിക്ക, ഏതാണ് ആ ബദാലിക്ക, ആ കീമത്ത് അഥവാ നിസ്ഫു സഹിയത്ത് നിസ്ഫു മരീദത്ത്, അതിൻ്റെ വിലക്കുള്ള പിടിക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ സഹിയത്തിൻ്റെ നിസ്ഫിൻ്റെയും മരീദത്തിൻ്റെ നിസ്ഫിൻ്റെയും വിലയാകുന്നത് ദീനാറും നിസ്ഫുൻ, 1.5 ദീനാറാണ്. കാരണം സഹിയത്തിനേക്ക് 2ഉം മറ്റേതിന് 1 എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ 2 എടുക്കുമ്പോൾ 1.5 വരും. അപ്പോൾ കഥ ഇതിപ്പോൾ സുഹിയത്തും മരീദത്തും ആയാലാണ്. എന്ന പോലെ തന്നെ ലൂക്കാല നിസ്ഫുഹാവിൽ തന്നെ മൃഗത്തു നിന്നുള്ളതായിരിക്കുന്ന പൗതിയായി സലീമൻ, 20 ആടുകൾ സലീമാണ്, ഐബില്ലാത്തതാണ്. അപ്പോൾ നിസ്ഫുഹ എന്നാൽ മറ്റേ പൗതിയാകുന്ന 20 മൈബൻ, ഐബാകപ്പെട്ടതുമാണ്. കമാതുക്കര, മേൽ പറയപ്പെട്ട പോലുള്ള എന്ന് പറഞ്ഞാൽ ഈ സഹിയത്തിന് സലീമത്തിനൊക്കെയുള്ളതായിരിക്കുന്ന വില 2 ദീനാറാണ്. മൈബത്തിനൊക്കെയുള്ളതായിരിക്കുന്ന വില 1 ദീനാറുമാണ്. എന്നാൽ അവിടെ ഒരു സലീമത്തിനെ പിടിക്കും. എങ്ങനത്തെ സലീമത്ത്? നിസ്ഫ് സലീമത്തിൻ്റെയും നിസ്ഫ് മൈബത്തിൻ്റെയും വിലക്കുള്ളത് അത് ദീനാറും നിസ്ഫാണല്ലോ. വലാ യൂഖദു ദക്കറുൻ,
എന്നാൽ ആൺമൃഗത്തിന് സക്കാത്തായിട്ട് പിടിക്കപ്പെടില്ല. ഇല്ല ഇതാ വജബ, ആൺമൃഗം നിർബന്ധമായെങ്കിലല്ല. ആൺമൃഗം കൊടുക്കൽ നിർബന്ധമാകുന്ന കാര്യത്തിൽ ആൺമൃഗത്തിനെ പിടിക്കുക, അല്ലെങ്കിൽ പിടിക്കില്ല. അങ്ങനെ ആൺമൃഗത്തിനെ കൊടുക്കൽ നിർബന്ധമാകുന്നതിൻ്റെ ഉദാഹരണമാകുന്നത് കബിനിലബൂനിൻ, 2 വയസ്സായ ആണൊട്ടകം പോലെയാണ്. എവിടെയാണ് 2 വയസ്സായ ആണൊട്ടകം നിർബന്ധമായത്? ഫി ഹംസിം വൈശ്രീന മിൻ ലിബിലി, ഒട്ടകത്തു നിന്നുള്ള 25 ഒട്ടകത്തിൽ. എപ്പോഴാണ് 25 ഒട്ടകത്തിൽ 2 വയസ്സുള്ള ആണൊട്ടകം നിർബന്ധമാകുക? ഇന്ത ഫഖദി ബിന്തിൽ മഹാദി, 1 വയസ്സുള്ള പെണ്ണൊട്ടകം ഇല്ലാതാവുമ്പോൾ 25 ഒട്ടകമുള്ളവനക്ക് അസുല് നിർബന്ധമാകുന്നത് 1 വയസ്സുള്ള പെണ്ണൊട്ടകമാണ്, ബിന്ദു മഹാദാണ്. അതില്ലെങ്കിൽ പിന്നെ 2 വയസ്സുള്ള ആണൊട്ടകമാണ് നിർബന്ധമാകുന്നത്. അപ്പോൾ ആണൊട്ടത്തിനെ പിടിക്കും. പിന്നെ ആണൊട്ടകം നിർബന്ധമാകുന്നതിന് മറ്റൊരു ഉദാഹരണം ഇതുപോലെ ബക്കത്ത് തബീ ഫിൽ ബക്കരി, പശുവിലുള്ള തബീ പോലെയും 30 പശുള്ളതായിരിക്കുന്ന ആൾക്ക് തബീ, 1 വയസ്സുള്ള പശുക്കുട്ടിയല്ലേ കൊടുക്കേണ്ടത്, ആണാണല്ലോ, അവർക്ക് നിർബന്ധമാണോ അതിന് പിടിക്കും ബക്കത. അപ്പോൾ ആണ് വാജിബായാൽ ആണിനെ പിടിക്കുന്ന മാതിരി തന്നെ ലൂ തമഹലത്ത്, ഒരുത്തൻ്റെ മൃഗം തനിച്ചാൽ ദുക്കൂറൻ, ആണാൽ തനിച്ചു ചോല മൃഗം കംപ്ലീറ്റ് ആൺമൃഗം മാത്രമേ ഉള്ളൂ, എന്നാൽ അവിടെയും ആണിനെ സ്വീകരിക്കപ്പെടും, ആണിനെ പിടിക്കും. അപ്പോൾ വാജിബു ഹാഫിൽ അസ്ലി, അപ്പോൾ എൻ്റെ മൃഗം കംപ്ലീറ്റ് ആണാകുമ്പോൾ അവിടെ അസില് നിർബന്ധമാകുന്നത് ഉൻസ പെണ്ണാണ്. പക്ഷേ യൂഹദു എന്നാ നിർബന്ധമായ അസിലാകുന്ന ഉൻസയത്തിട്ട് സ്വീകരിക്കപ്പെടും. അത് ദക്കുറു ബിസിന്യ, ആ പെണ്ണിൻ്റെ വയസ്സിലുള്ളതായിരിക്കുന്ന ആണിന്. അപ്പോൾ 25 ഒട്ടകമുള്ളതായിരിക്കുന്ന ആൾക്ക് 25 ആണൊട്ടകാണുള്ളത്. എന്നാൽ ഒരു ഇവന് മഹാദനെ പിടിക്കും. പിന്നെ അതുപോലെ 36 ഒട്ടക ഒരുത്തനുള്ളത്, ആ 36 ആണൊട്ടകാണ്, എന്നാൽ ഒരു ഇബ്നു ലബൂനെ പിടിക്കും. ഒരു 46 പിന്നെ ആണൊട്ടകങ്ങളാണ്, ഒരു ഹിക്കിനെ പിടിക്കും എന്ന് പറയും. ഫിലസുഹി അസുഖ പ്രകാരം അങ്ങനെ ആണ് മാത്രം തനിച്ചെടുത്തു ആണിനെ പിടിക്കും. വയലഹാദ, അങ്ങനെ ആണ് മാത്രം തനിച്ചാൽ അവിടെ ആണിനെ പിടിക്കുമെന്നുള്ള ഈ അസുഖ പ്രകാരം യൂഹദു പിടിക്കപ്പെടും. ഫി സിത്തിം വ സലാസീന മിൻ ലിബിനി, 36 ഒട്ടകത്തിൽ പിടിക്കുക. ഇബ്നു ലബൂനിൻ 2 വയസ്സായ ഒരു ആണൊട്ടകമാണ്. പക്ഷെ എങ്ങനത്തെ ആണൊട്ടകം? അക്സറു കീമത്തൻ, വിലയാൽ ഏറ്റവും അധികരിച്ചതായി. എന്തിനേക്കാൾ അധികരിക്കണം? മിൻ ഇബ്നു ലബൂനിൻ, 2 വയസ്സായ ആണൊട്ടകത്തിനേക്കാൾ അങ്ങനത്തെ ഇബ്നു ലബൂനാണ്. യൂഹദു ഇബ്നു ലബൂനെ പിടിക്കപ്പെടും. ഈ ഹംസിം വൈശ്രീന മിൻഹ, ഒട്ടകത്ത് നിന്നുള്ളതായിരിക്കുന്നത് 25. അപ്പോൾ 25 ബിന്ത് ലബൂന നിർബന്ധമാകുക, ഇല്ലെങ്കിൽ ഇബ്നു ലബൂൻ കൊടുക്കല്ലോ. അതിലെടുക്കുന്ന ഇബ്നു ലബൂനേക്കാൾ കുറച്ച് വില കൂടുതലാകണം 36 ഒട്ടകത്തിൻ്റെ അകത്ത് പിടിക്കുന്ന ഇബ്നു ലബൂനെ. എന്താ ഈ 25 പിടിക്കുന്ന ഇബ്നു ലബൂനേക്കാൾ വില കൂടണം 36 ഇബ്നു ലബൂൻ എന്ന് പറയാൻ കാരണം എല്ലാ ഇസവാബൈനും നിസാബൈനി. അപ്പോൾ ഈ 25, 36 എന്ന 2 നിസാബിന് സമമായി ഇപ്പോൾ രണ്ടിടത്തും ഒരേമാതിരിയുള്ള ഇബ്നു ലബൂൻ പിടിക്കാൻ വരുമ്പോഴേ അതില്ലാണ്ടിരിക്കാൻ വേണ്ടി ബിന്ദു മഹാദില്ലാത്ത അവസരത്തിൽ 25,000 കൊടുക്കുന്ന ഇബ്നു ലബൂനേക്കാൾ വില കൂടിയതാവണം 36,000 കൊടുക്കുന്ന ഇബ്നു ലബൂനെ. വയുറഫു ദാലിക. അപ്പോൾ ഈ 25 പിടിക്കപ്പെടുന്ന ഇബ്നു ലബൂനേക്കാൾ ഖീമത്ത് അക്സറാണ് എന്ന കാര്യം അറിയപ്പെടാൻ കഴിയും ബിത്തഖ്വീമി വൻ നിസ്ബത്തി, അതിൻ്റെ വില കെട്ടി നോക്കലുകൊണ്ടും എന്നിടയിലുള്ള അനുപാതം വെച്ച് നോക്കലുകൊണ്ടും. അപ്പം തഖ്വീം നിസ്ബത്ത് കൊണ്ട് അറിയപ്പെടും എന്നതിൻ്റെ തഫ്രീ പറയാം. ഫൈദാക്കാൻ ഖീമത്തുൽ മഖൂദി ഫി 25 25 ഒട്ടകത്തിൽ പിടിക്കപ്പെടുന്ന ഇബ്നു ലബൂൻ്റെ വിലയായാൽ, 25 ഒട്ടകത്തിൽ നിർബന്ധമാകുക ബിന്ദു ലബൂനാണ്, അല്ല ബിന്ദു മഹാദാണ്. ബിന്ദു മഹാദ് ഇല്ലെങ്കിലാണ് ഇബ്നു ലബൂൻ കൊടുക്കണമല്ലോ. ആ ഇബ്നു ലബൂൻ്റെ വിലയാണെങ്കിൽ 50 ദിർഹമൻ, 50 ദിർഹമാണ്. എന്നാൽ യകൂനു ഖീമത്തുൽ മഖൂദി ബി 36 36 ഒട്ടകത്തിൽ ഒക്കാണാണെങ്കിൽ ആണല്ലേ പിടിക്കുക. ആ പിടിക്കുന്ന ഇബ്നു ലബൂൻ്റെ വിലയാകണം 72 ദിർഹമാണ്, 72 ദിർഹമാകണം. ആ മറ്റേതിനേക്കാൾ 12 ദിർഹം കൂടണം. മറ്റേതിന് 50 ദിർഹമിൻ്റെതായിരുന്നല്ലോ എടുത്തിരുന്നത്. 72 പിടിക്കുമ്പോൾ ഒരു 50 20 അല്ലെ 22 ദിർഹം കൂടിയതാകണം. അതെങ്ങനെ അങ്ങനെ വന്നത്? അത് ബിനിസ്ബത്ത് സിയാത്തി സിത്തി വ 30. 36 ഒട്ടകണ്ടല്ലോ അവിടെ. ആ 36-നുള്ള വർധനവിൻ്റെ തോതനുസരിച്ചാണ്. എന്തിനേക്കാളുള്ള വർധനവ്? അല്ലെങ്കിൽ ഹംസി വല്യ ശരീന, 25-നേക്കാൾ 25 ഒട്ടകത്തിനേക്കാൾ 36 ഒട്ടകത്തിനേക്കുള്ള സിയാത്തിൻ്റെ തോതനുസരിച്ചാണ് ഇവിടെ എന്ത് വന്നത്? 50-നേക്കാൾ 72 ഏറെ വന്നതെന്ന് പറയാണ് വിലയിൽ. വഹിയ ഏതാണ്? 25-നേക്കാൾ 36-ൻ്റെ സിയാദത്ത്. അത് ഹുംസാനി വ ഹുംസു ഹുംസിൻ, 2 ഹുംസും 1 ഹുംസിൻ്റെ ഹുംസുമാണ്. കാരണം 25-ൽ 5 ഹുംസാണുള്ളത്.
അപ്പോൾ ഇവിടെ നമുക്ക് 25-നേക്കാൾ 36 ഒട്ടകം ആവുമ്പം 25-നേക്കാൾ 36-ൽ 11 ഒട്ടകമല്ലേ കൂടുതലുള്ളത്. ഈ 11 ഒട്ടകത്തിൽ 10 ഒട്ടകത്തിൽ 2 ഹുംസ് വന്നു, 2 5 വന്നു. പിന്നെ ഒരൊട്ടകനുണ്ട്, ഒരൊട്ടകന്നുണ്ട് 5-1 എന്ന് പറഞ്ഞാൽ 5 ഒട്ടകം അതിൽപ്പെട്ട ഒന്നല്ലേ. അപ്പോൾ ആ തോത് വിലയിലും കൂട്ടി. വിലയിൽ 50 ദിർഹമായിരുന്നു 25 പിടിക്കുന്ന ഇബ്നിൻ്റെ മോന്. ഇവിടെ 32 നോക്കൂ. ഈ 50-നേക്കാൾ 72 വിലയുള്ള കൊടുക്കണമെന്നുള്ളത് 50-നേക്കാൾ 72-നുള്ള സിയാദത്ത് എത്ര? 22ആണ്. 50-നേക്കാൾ 72 ഉള്ളത് 22ആണ്. ഈ 22 എന്നുള്ളത് 50-ൻ്റെ ഹുംസാനി വ ഹുംസാണല്ലോ. കാരണം 50-ൻ്റെ ഒരു ഹുംസ് 10, 2 ഹുംസാണ് 20, പിന്നെ 2 ഉള്ളത്. ആ 2 ഹുംസാണ്. ഒരു ഹുംസ് എന്നുള്ളത് 10, ആ 10-ൻ്റെ ഹുംസാണല്ലോ 2. വസാനി എന്നാൽ അസുഹിൻ്റെ മുക്കാബിലയാകുന്നത് അൽ മന്നു. ഫുള്ള് ആണൊട്ട കാര്യത്തിൽ ആടെ ആണിനെ പിടിക്കൂല എന്നാണ്. വലഹാദ അപ്പോൾ ഇനെന്താക്കും? ഈ ആണിനെ പിടിക്കൂല എന്നുള്ള ഈ സാനി പ്രകാരം തൂഹദ് ഉൻസ, ഒരു പെണ്ണൊട്ടകത്തിനെ പിടിക്കണം. വേറെ പൈസ എടുത്ത് വാങ്ങേണ്ടി വരും. ദൂന ഖീമത്തിൽ മഹൂദിമി മഹലിനാത്തി, വെറും തനിച്ച പെണ്ണൊട്ടകം തന്നെ ഉള്ളിടത്ത് പിടിക്കുന്ന വിലനേക്കാൾ താഴെയുള്ളൊരു പെണ്ണൊട്ടകം വാങ്ങി കൊടുക്കണം. അതിൻ്റെ പോലെ എങ്ങനെ? അതിൻ്റെ രൂപം എങ്ങനെ കിട്ടിയത്? ബിയൻ തുക്കവമ്മ ദുക്കൂറു. അപ്പം എൻ്റെ അടുക്കുള്ള മൃഗം കംപ്ലീറ്റ് ആണാണല്ലോ. ആ ആണിനെ വില കെട്ടപ്പെടുക ബി തഖ്ദീരിഹ ഇനാസ, അതിനൊക്കെ പെണ്ണാണെന്ന് സങ്കല്പിച്ചിട്ട് ഒട്ടകത്തിന് മൃഗത്തിൻ്റെ റേറ്റ് അറിയുന്ന ഒരു കച്ചവടക്കാരനെ കൊണ്ട് വില കിട്ടിക്കുക. വല്ലുൻസൽ മഹൂദത്തു അൻഹ, എന്നിട്ട് ആ പിന്നെ ഒട്ടകത്തുനിന്ന് പിടിക്കപ്പെടുന്നതായിരിക്കുന്ന പെണ്ണിനെ വില കിട്ടുക, പെണ്ണിനെ വില കിട്ടുക എന്നറിയാൻ കഴിയും. എന്നിട്ടോ തുറഫു നിസ്ബത്ത് ഖീമത്തിഹ, എന്നിട്ട് ഈ പെണ്ണൊട്ടത്തിനേക്കുള്ള പെൺമൃഗത്തിനേക്കുള്ള വിലയുടെ അനുപാതം അറിയും. എന്തെന്നുള്ള അനുപാതം എന്നുള്ളത് ടോട്ടൽ നിന്നുള്ള ഇതിൻ്റെ മറ്റുള്ളതിൽ നിന്ന് മൊത്തത്തിലുള്ളതിൽ നിന്ന് ഇതിൻ്റെ അനുപാതം അറിയാൻ കഴിയും. അങ്ങനെ അറിഞ്ഞിട്ടോ സുമ്മത്തുക്കവമ്മ ദുക്കൂറ, എന്നിട്ട് അതിപ്പോൾ നേരത്തെ പെണ്ണായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ്. ഇനി ആ മൃഗത്തിനൊന്നായിട്ട് പള്ളമാതിരി ആണായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ തൂഹദ് ഉൻസ, എന്നിട്ട് വേറൊരു പെണ്ണിനെ പിടിക്കുക. അങ്ങനത്തെ പെണ്ണാണ് ഖീമത്വ, അതിൻ്റെ വില കിട്ടിയൊക്കെ അതിൻ്റെ വില മാ തഖ്തദിഹി നിസ്ബത്തു. നേരത്തെ നമ്മൾ ആണായി സങ്കല്പിച്ചപ്പോൾ നേരത്തെ പുള്ളിനെ ആണായി സങ്കല്പിച്ചൊരു പെണ്ണിനെ പിടിച്ചല്ലോ, അതിൻ്റെ ആ നിസ്ബ പ്രകാരം ആകുകയും വേണം. അപ്പോൾ അതിൻ്റെ മേലത്തെ ഫിയ വിഷയം പറയാം. ഐ ഫൈദാക്കാനത്ത് ഖീമത്തുഹ, ഇവൻ്റെ മൃഗത്തിൻ്റെ വിലയായാൽ ഇനാസിനെല്ലാം പെണ്ണായി സങ്കല്പിച്ചപ്പോൾ വില കിട്ടി നോക്കുമ്പോൾ വില അൽഫൈനി 2000 കിട്ടുന്നുണ്ട്. അപ്പോൾ ഖീമത്തുൽ ഉൻസൽ മൗഖൂദ്, അപ്പോൾ ഖീമത്തുൽ ഉൻസൽ മൗഖൂദത്തി അൻഹ, ആ മൃഗത്തിൽ നിന്ന് പിടിക്കപ്പെടുന്ന എല്ലാം പെണ്ണാണെന്ന് സങ്കല്പിച്ചപ്പോൾ നിനക്ക് പിടിക്കപ്പെടുന്ന പെണ്ണിൻ്റെ വിലയാണെങ്കിലോ 50 2000 ആകെയിൽ വില. അതിൽ ഈ പിടിക്കപ്പെടുന്ന പെൺമൃഗത്തിൻ്റെ വില 50. അപ്പോൾ ഖീമത്തുഹാ ദുക്കൂറൻ, ഇനി മൃഗത്തിനൊന്നായിട്ട് ആണായി സങ്കല്പിച്ച് നോക്കുമ്പോൾ വിലയോ അൽഫൻ, നേർ പൗതി 1000 ഉള്ളൂ. എന്നാൽ ഉഹിദ അൻഹ, എന്നാൽ ഈ ഫുള്ളാണാണല്ലോ, ആ മൃഗത്തിനും പിടിക്കപ്പെടണം ഉൻസ, ഒരു പെണ്ണൊട്ടകത്തിന്. വേറെ ഒരൊട്ടകത്തില്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങണം. ഖീമത്ത് അങ്ങനത്തെ ഉൻസയാണ്. അതിൻ്റെ വിലയാവുന്ന 25. കാരണം നേരത്തെ നമ്മൾ അനുവാദം നോക്കുമ്പോൾ നേർ പൗതിയാണല്ലോ വന്നത്, അതുകൊണ്ട് ഇതിൻ്റെ വലിയ പൗതി എടുക്കണം. വൽ വജ്ഹാനി, അപ്പോൾ അങ്ങനെ ഫുള്ള് ആണാണ് മൃഗമെങ്കിൽ അവിടെ ആണിനെ പിടിക്കും എന്നുള്ള അസുഖം, അല്ല പെണ്ണിനെ തന്നെ നിസ്ബ നോക്കി പിടിക്കുകയാണെന്നുള്ള സാന്യം, ഈ 2 വജ്ഹും ആകുന്നത് ഫിൽ ഇബിലി വൽ ബഖരി, അത് ഒട്ടകത്തിലും മാടിലുമാണ് വന്നത്. അമ്മൽ ഖനമു, എന്നാൽ ആടോ ഫയൂഹദു അൻഹ, ആടിനെ തൊട്ട് പിടിക്കപ്പെടും. അദ്ദക്കറു, ആണാടിനെ തന്നെ പിടിക്കും. മുഖത്തനയിൽ തർക്കമില്ല. ബഖീലാനി പറയപ്പെട്ടു. അൽ വജ്ഹീനി, അല്ല ആടിൻ്റെ അടുത്തും 2 വജ്ഹുണ്ട്. അസുഖ പ്രകാരം മാത്രമേ ആണിനെ പിടിക്കുള്ളൂ, സാനി പ്രകാരം നിസ്ബ നോക്കിയിട്ട് പെണ്ണിനെ കൊടുക്കണമെന്ന്. വൽ മുൻഖസിമത്തു മിനൽ സലാസ്, എന്നാൽ ഒട്ടകം, മാട്, ആട്, ഈ 3-ൽ നിന്നും ഓരി സിദ്ധിച്ച മൃഗങ്ങളാകുന്നു. എന്തിലേക്ക് ഓരി സിദ്ധിച്ചു? ഇല ദുക്കൂരി വല്ലിനാസി, ആണുങ്ങളിലേക്കും പെണ്ണുങ്ങൾ. അവൻ്റെ ഒട്ടകത്തിൽ ആണൊട്ടകവും പെണ്ണൊട്ടകവും ഉണ്ട്. അതുപോലെ മാടുകളിൽ ആൺമാടും പെൺമാടും ഉണ്ട്, ആടുകളിൽ ആണും പെണ്ണും ഉണ്ട്. എങ്കിൽ ലാ യുഖദു അൻഹ, ആ മൃഗത്തിൽ നിന്ന് സക്കാത്തായിട്ട് പിടിക്കപ്പെടൂല. ഇല്ലല്ലിനാസു, പെണ്ണിനെ മാത്രമേ എടുക്കുള്ളൂ, ആടാണ് എടുക്കൂല. കൽ മുത്തമഹിളത്തി ഇനാസ,
വെറും പെണ്ണ് മാത്രമാണ് അവൻ്റെ മൃഗങ്ങൾ, എന്നാൽ അവിടെ പെണ്ണിനെ എടുക്കുള്ളൂ. എന്നമാതിരി ആണും പെണ്ണും ഉള്ളിടത്തും പെണ്ണിനെ മാത്രമേ എടുക്കൂ. കാരണം പെണ്ണിനെ എടുക്കുമ്പോഴാണ് ഈ മുസ്തഹിക്കീങ്ങൾക്ക് അഥവാ ഫക്കീർ മിസ്കിന്മാർക്കോ ഗുണം കിട്ടുക, അതിനാണ്ട് കൂടുതൽ വില ഉണ്ടാകുക. പാലും കുഞ്ഞുങ്ങളൊക്കെ കിട്ടുന്ന കാരണം കൊണ്ട്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.